അല്ല, ഞാൻ പറയുന്നത് ഇന്ന് ചാനലുകളിൽ കണ്ട വാർത്ത ശരിയാണെന്ന് എനിക്കറിയില്ല. അതായത് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സാധ്യത എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ചാനലുകളിൽ വാർത്ത കണ്ടത്. പക്ഷേ ഗവൺമെന്റ് തീരുമാനം വന്നിട്ടില്ല. ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ളത് ഊഹാപോഹങ്ങൾ മാത്രമാണ്. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം തറപ്പിച്ച് പറയാം. ഒന്ന്, ഞങ്ങൾ ADGPയുടെ റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല. ഈ റിപ്പോർട്ട് മൊത്തം തട്ടിക്കൂട്ട് റിപ്പോർട്ടാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രണ്ട്, ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരന്വേഷണവും ഞങ്ങൾ അംഗീകരിക്കില്ല. ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇനി ക്രൈംബ്രാഞ്ചാണ് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് കാരണം ഒന്ന്, CPIനെ തൃപ്തിപ്പെടുത്തുക, രണ്ട്, അജിത് കുമാറിനെ രക്ഷിക്കുക. അതിനുവേണ്ടി നടത്തുന്ന അന്വേഷണമായിരിക്കും ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുക. ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു വകുപ്പ് അന്വേഷിച്ചാലും ഞങ്ങൾ അംഗീകരിക്കില്ല. ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരന്വേഷണവും ഞങ്ങൾ അംഗീകരിക്കും. അത് ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. അതാണല്ലോ ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ കവചകുണ്ടലങ്ങളാണ് P ശശിയും അജിത് കുമാറെന്ന് ഞാൻ പറഞ്ഞല്ലോ. അക്കാര്യത്തിൽ ഈ രണ്ടുപേരെയും തൊടാൻ മുഖ്യമന്ത്രി ധൈര്യം കാണിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, അന്വേഷണത്തിന് വിശ്വാസ്യത ഉണ്ടാവണമെങ്കിൽ ഉറപ്പായും ജുഡീഷ്യൽ അന്വേഷണം വേണം. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യാൻ. പിന്നെ ഒരു സിനിമാ നടനെ അറസ്റ്റ് ചെയ്യാൻ 48 മണിക്കൂറായിട്ടും കഴിഞ്ഞിട്ടില്ല. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ട് പോലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതിന്റെ അർത്ഥം ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം എന്തിനു പൂഴ്ത്തിവെച്ചു എന്ന് ചോദിച്ച് സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ പിണറായി വിജയൻ വേട്ടക്കാരുടെ കൂടെയാണ്, ഇരകളോടൊപ്പമല്ല. ഈ സർക്കാർ സ്ത്രീ വിരുദ്ധ സർക്കാരായി മാറിയിരിക്കുന്നു. ഇല്ല, അതിന്റെ ഫണ്ട് കളക്ഷൻ നടക്കുന്നത് അതിനിടയ്ക്ക് വയനാട് വന്നതുകൊണ്ടാണ്. കാരണം വയനാടില് 100 വീട് വെച്ച് നൽകാനുള്ള തീരുമാനമുണ്ട്. അതിന്റെ കളക്ഷനും കൂടെ വന്നതുകൊണ്ടാണ് കുറച്ച് ഒരു സ്ലോ ആയി പോയത്. എങ്കിലും ഈ വയനാടിന്റെ കളക്ഷൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കെട്ടിടം പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അതല്ല ഞാൻ പറയുന്നത്, വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ മറ്റ് കളക്ഷനുകൾക്ക് അല്പം സ്ലോ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല.